നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ഇന്ത്യ എന്ന രാജ്യത്തെ ശത്രുപക്ഷത്തിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന നിലപാടാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും നിലവിലുള്ളത്. രാഷ്ട്രീയപരമായി പോലും ചില അസ്വാരസ്യങ്ങൾ നരേന്ദ്രമോദിയോട് ഉണ്ടായിരുന്നവർക്ക് പോലും ഇപ്പോൾ രാജ്യസുരക്ഷ മുൻനിർത്തി നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കണമെന്ന ചിന്തയാണ്. ഇന്ത്യ ഭരിച്ച ഏറ്റവും കഴിവുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നാണ് പലരുടെയും അഭിപ്രായം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനെ ഇന്ത്യ നേരിട്ട രീതിയും നരേന്ദ്രമോദി അതിൽ സ്വീകരിച്ച കടുത്ത നിലപാടുകളും അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും വിട്ടുവീഴ്ചയില്ലാത്ത നരേന്ദ്രമോദിക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വളർത്താൻ കാരണമായിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാർ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാജ്യത്തെ 88% ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നതായാണ് സ്വകാര്യ വാർത്താ ചാനലിന്റെ സർവേയുടെ കണ്ടെത്തൽ. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവേ നടത്തിയതെന്ന് ചാനൽ വ്യക്തമാക്കി. 14,671 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. ഇതിൽ 88.06% പേരും മോദിയിൽ വിശ്വാസം രേഖപ്പെടുത്തി. 11.94% പേർ വിശ്വാസമില്ല എന്നും അറിയിച്ചു. മെയ് 6, 7 തീയതികളിലായിരുന്നു സർവേ നടത്തിയത്. രാജ്യത്തെ പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും മോദി ഭരണത്തിൽ വലിയ വിശ്വാസം ഉറപ്പിച്ചു എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ് എന്ന് സർവേ ഫലങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകും വരെ മോദി സർക്കാർ ഇന്ത്യയുടെ പൊതുമുതൽ മുഴുവൻ വിദേശ ശക്തികൾക്ക് മറച്ചുവിൽക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. മോദിയും അദാനിയും അംബാനിയും ട്രംപും ഒക്കെ തമ്മിലുള്ള കൂട്ടുകെട്ട് പോലും സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മുതൽ ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചയെ പറ്റിയുള്ള ശക്തമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പഹൽഗാമിൽ എന്തുകൊണ്ട് മതിയായ സുരക്ഷാ സേന ഉണ്ടായിരുന്നില്ല? കൃത്യമായി ആരാണ് സൈനികരെ അതേ ദിവസം പിൻവലിച്ചത്? അതെങ്ങനെ തീവ്രവാദികൾ മണത്തറിഞ്ഞു എന്നതുൾപ്പെടെ വലിയ ആരോപണങ്ങളാണ് മോദി സർക്കാർ നേരിട്ടത്. അതേസമയം തന്നെയാണ് മോദി സർക്കാർ പണം ലാഭിക്കാൻ വേണ്ടി സുരക്ഷാ സേനയെ ഗണ്യമായി കുറച്ചു എന്നും അത് കാരണമാണ് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നും പറഞ്ഞുകൊണ്ടുള്ള അതിശക്തമായ ആരോപണങ്ങളുമായി വീണ്ടും പലരും മോദിക്കു നേരെ തിരിഞ്ഞത്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് പോലും ഒരു ഘട്ടത്തിൽ മാധ്യമ വിചാരണകൾക്ക് മുന്നിൽ സുരക്ഷാ വീഴ്ച സമ്മതിക്കേണ്ടി വന്നു. മോദി ഇന്നോളം കണ്ട ഏറ്റവും വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു നിൽക്കുമ്പോഴും അദ്ദേഹം സൗദി സന്ദർശനം റദ്ദാക്കി നേരെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തതും സർവകക്ഷി യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്നതുമൊക്കെയാണ് കോൺഗ്രസ് വലിയ ആയുധങ്ങളാക്കി മോദി എന്ന ഭരണത്തലവന്റെ തലയ്ക്ക് മുകളിൽ വാളുകളാക്കി തൂക്കിയിട്ടത്. സംശയത്തിന്റെ നിഴലിൽ മോദി പതറുമെന്നും തകർന്നു തരിപ്പണമാകുമെന്നും ഒക്കെ കരുതിയവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധു. പിന്നീട് അങ്ങോട്ട് നടന്ന ഇന്ത്യയുടെ ഓരോ സൈനിക നീക്കങ്ങളും ഇന്ത്യയുടെയും ഒപ്പം മോദിയുടെയും കിരീടത്തിലെ പൊൻതൂവലുകളായി എന്ന് പറയാതെ വയ്യ. ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയ വ്യോമിക സിംഗും സോഫിയ ഖുറേഷിയും സൈനിക വേഷത്തിൽ ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചത്ത് കയറി തിരിച്ചടിച്ചു എന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ മോദിക്ക് വേണ്ടി ഇന്ത്യയിൽ ഉയർന്ന കയ്യടികൾ ഇന്ത്യൻ അതിർത്തികൾ ഭേദിച്ചു. പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള സിന്ധു നദീജല കരാർ ഞൊടിയിട കൊണ്ട് മോദി നിർത്തലാക്കിയപ്പോൾ ചോരയ്ക്കു പകരം വെള്ളം മതി ഞങ്ങൾക്ക് കണക്ക് ചോദിക്കാനെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. അതോടെ മോദിയുടെ കീഴിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ അണിനിരന്നു നിൽക്കുന്ന കാഴ്ചയ്ക്ക് കൂടി ഇന്ത്യൻ മണ്ണ് വേദിയായി. മത തീവ്രവാദി എന്ന് മോദിയെ മുദ്രകുത്തിയവർ പോലും മോദിക്കു വേണ്ടി ആർപ്പു വിളിച്ചു. തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് മോദി ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ ഭരണാധികാരിയായി വളരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതോടെ വെറുക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവനായി മാറി എല്ലാവരുടെയും മനസ്സിൽ. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേ ഫലങ്ങളെന്ന് പറയാതെ വയ്യ.